ജോ ഈ നല്ലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? നമ്മളൊരു ഫാം അന്ന് നമ്മളിരുന്ന് സംസാരിക്കുമ്പോ ഒരു ഫാമിനെ പറ്റിയ സ്ഥലമൊക്കെ ആൾക്കാർ അന്വേഷിക്കണ്ടാ, ഗുരുവായൂരിന്റെ അടുത്തൊരു സ്ഥലമൊക്കെ വേണം പറഞ്ഞിട്ട്. അതാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മളോടൊരു ടീം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ ഷാജേട്ടന്റെ ആ ടീം അല്ലേ അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ നമ്മളെ കയ്യിൽ വന്നിട്ട് വിട്ടുള്ള സ്ഥലം നോക്കിക്കേ. ഇതാണ് ഒരു 1.25 ഏക്കർ സ്ഥലം. ഞാൻ കാണിച്ചു തരാം. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട് സ്ഥലം. ഞാൻ നമുക്ക് കാണിച്ചു തരാം. പോയി ശരിക്കും കാണിച്ചു തരാം. ഒരു 1.25 ഏക്കർ സ്ഥലം ഉണ്ട്. ഇത് ഒരു 1.10, 15 ആ റേഞ്ചിലേക്കാണ് വരുന്നത്. അപ്പൊ നമ്മൾ കയറി വരുന്ന വഴിയിലോടുന്നേ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കിനി ഒരു ഫാം ഹൗസ് ഒക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് വരുന്നവർക്ക് ഇപ്പോൾ ഒരു ഫാമൊക്കെ തുടങ്ങണമെങ്കിൽ താമസിക്കാൻ എന്തെങ്കിലും നമ്മൾ വല്ല ഷെഡ് എന്തെങ്കിലും വെച്ച് കെട്ടണം. ഇത് കണ്ട ഈ ഒരു വീട് ഇതൊക്കെ എടുക്കണു. അതിനോട് ചേർന്നിട്ട് തന്നെ നമുക്കിതാ ഒരു കുളം കണ്ടല്ലേ, കുളം കെടുക്കുക. അതിലൊരു ഗംഭീര കിണർ കണ്ടല്ലേ. ആ രുചിയോ ഫാമിന്റെ കാര്യം പറയുമ്പോഴേക്കും പശുക്കുട്ടിയുടെ പിന്നാലെയല്ലോ. എങ്ങനെയുണ്ട് സ്ഥലം? സ്ഥലം വലിയ കുഴപ്പമില്ല. അത് ഇപ്പൊ നമ്മളെ അപേക്ഷിച്ച് നോക്കുമ്പോ നല്ല ഒരു ഫാമിന് പറ്റിയത് മാത്രമല്ല, വല്ല റിസോർട്ടുകാർക്കും വല്ല ആയുർവേദ റിസോർട്ടൊക്കെ നടത്തുന്നവർക്കും ഏകദേശം പറ്റാവുന്ന ഒരു ഏരിയ ആണിത്. ഓ, ഈ പാടത്തിനോടൊക്കെ ചേർന്നിട്ട് ഇങ്ങനെ പറ്റിയ ഒരു സ്ഥലമായി കാരണം അല്ലേ? ഇതിന് ഇപ്പൊ എന്താ ആവശ്യപ്പെട്ടുള്ള വെച്ചിട്ടാ 1 ലക്ഷം രൂപയാണ് സെന്റിന്. അല്ലാതെ വലിയ കൂടുതൽ റേറ്റ് ഒന്നുമില്ല. അതും ഗുരുവായൂരിന്ന് ഒരു 10 കിലോമീറ്റർ വരുന്നത് സ്ഥലത്തേക്ക്. ഗുരുവായൂരിന്ന് 10 കിലോമീറ്ററിനുള്ളിലാണ് നമ്മുടെ ഈ സ്ഥലം കിടക്കുന്നത്. അതുകൊണ്ട് വലിയ ദൂരത്തിലൊന്നല്ല ഇത്. ഇതാട്ടാ നമ്മളെ അതിരുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ പശുക്കളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പുറത്തേക്ക് കെട്ടിയിട്ടുണ്ട്. ഇതിനോട് ഈ പറമ്പിനോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. നമ്മളെ സ്ഥലം ഇതാ കാണുന്നു, ചേർന്നിട്ടുള്ള ഈ സ്ഥലം. അപ്പോൾ നമ്മളെ പറമ്പിൽ കെട്ടിയിട്ടുള്ളത് ഇതാ പശുക്കളെ കെട്ടിയിട്ടേക്കുന്നുണ്ടല്ലേ. ഇതൊക്കെ ശരിക്കും ഫാമിനൊക്കെ ചെയ്യാൻ പറ്റിയ രീതിയിൽ. പിന്നെ ഇതിൽ തെങ്ങുണ്ട്, കവുങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. കിണർ കാര്യങ്ങൾ സൗകര്യങ്ങളുള്ളതാണ്. പിന്നെ അതുപോലെ കുളം ഉള്ളതാണ്. പിന്നെ മെയിനായിട്ട് എന്താ വെച്ചാൽ ഒരു വീട് വെക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ കുറച്ച് ഫാമിനായിട്ട് തുടങ്ങുമ്പോൾ ആർക്കെങ്കിലും താമസിക്കണമെങ്കിലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.